നമസ്കാരം. കാഞ്ഞിരപ്പള്ളി എസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നില്ലേ റെഡിമെയ്ഡ് ബ്ലൗസാണ് കാണിക്കുന്നത്. നമുക്ക് ഓണമൊക്കെ വരികയാണല്ലോ, എല്ലാവർക്കും ഇഷ്ടം പോലെ ഡിസൈനർ ബ്ലൗസും അല്ലാത്ത ബ്ലൗസും എന്താ പറയുന്നത്, സെറ്റ് സാരിക്കുള്ള ബ്ലൗസും കേരള സാരിക്കുള്ള ബ്ലൗസും എല്ലാം ആവശ്യമാണ്. അപ്പം ഇപ്പോഴത്തെ ഈ സീസണിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെ സീസൺസ് വരുമ്പോൾ ഇങ്ങനെ ടൈലേഴ്സ് ഒക്കെ നല്ല തിരക്കിലായിരിക്കും. അപ്പോൾ തയ്ച്ച് കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് വരും, ഫിറ്റിങ്ങിലൊക്കെയുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ വരും. അതൊക്കെ ഒഴിവാക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങോടുകൂടി വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് റെഡിമെയ്ഡ് ബ്ലൗസ്. അപ്പം അതുകൊണ്ട് ഞാൻ സ്ഥിരം കാണിക്കുന്നതാണ്. ഇപ്പം കാണിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി, എന്നാലും എനിക്ക് ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ട് റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിക്കുന്നത്. അവരൊക്കെ ഒത്തിരി പേര് ചോദിച്ചു, ഓണം എടുത്തിട്ട് റെഡിമെയ്ഡ് ബ്ലൗസ് തന്നെ കാണിക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നവർ, അല്ല ആദ്യമായിട്ട് ബ്ലൗസ് വാങ്ങിക്കാൻ പോകുന്നവർ ഇതൊന്ന് കാണണം കേട്ടോ, കേൾക്കണം കേട്ടോ. ഞാൻ ഈ പറയാൻ പോകുന്നത് ഇത് അപ് ടു 3XL വരെയുള്ള ബ്ലൗസാണ്. 3XL വരെ, മീഡിയോ, ലാർജോ, എക്സലോ, ഡബിൾ എക്സലോ, ട്രിപ്പിൾ എക്സലോ, ഇത്രയും പേർക്ക് ഇത് വാങ്ങിക്കാം. സ്മോളോ വാങ്ങിക്കാം. ഇപ്പൊ സ്മോളുകാര് അല്ലെങ്കിൽ മീഡിയംകാര് വാങ്ങിക്കുമ്പോൾ ഇവിടെ ഇത്തിരി ലൂസ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഈ സൈഡ് വെറുതെ ഒന്ന് നിങ്ങളൊരു അളവ് പോലും നോക്കണ്ട, നിങ്ങളുടെ ഒരു ഏകദേശ കണക്ക്, കാരണം ഇത് സ്ട്രെച്ചബിൾ ബ്ലൗസ് ആണ്, ഏകദേശ കണക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ച് മാത്രം കൊടുത്താൽ മതി, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. അതിന് മേളിലേക്കുള്ളവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ചുരിദാർ ഒന്ന് കയറ്റി വെച്ചോട്ടെ, എന്നാലേ അതിന്റെ കൈയുടെ ശരിക്കും അറിയത്തുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ വണ്ണം കൂടുതലില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് 4XLകാർക്കും കൂടെ ചിലപ്പോൾ പറ്റും. ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഇത് കണ്ടോ, കാരണം ഒരു ഇച്ചിരി ലൂസ് ഉണ്ട്, എനിക്ക് ലാർജാണ് സൈസ്. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്യുക. ഇതാണ് ആദ്യത്തെ ഡിസൈൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇട്ടേക്ക് ഒരു മെഹന്തി ഒരു കളറിൽ, അല്ല മെഹന്തി, കറക്റ്റ് മെഹന്തി എന്ന് പറയാൻ പറ്റത്തില്ല, സിൽവർ എന്ന് പറയാൻ പറ്റത്തില്ല, ഗോൾഡ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ഡിസൈൻ ആണ് ഇട്ട് പോയിരിക്കുന്നത്. ഗോൾഡ് അല്ല, ഇങ്ങനെ ഇളകി പോരുന്നതും അല്ല, ഇതൊരു പ്രിന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. സൈസ് ഞാൻ പറഞ്ഞല്ലോ. ഇത് നമുക്ക് റിട്ടേൺ, എക്സ്ചേഞ്ച്, റീഫണ്ട് കാര്യങ്ങളോ ഒന്നുമില്ല. ബ്ലൗസസിന്റെ വീഡിയോ സ്ഥിരം കാണുന്നവരും എല്ലാ ബ്ലൗസും എടുക്കുന്നവരുമായ ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അറിയാം. എന്നാലും ഞാൻ പുതുതായിട്ട് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ എന്നോർത്ത് ഞാൻ പറയുന്നതാണ്. അടുത്തത് ഇത് വയലറ്റ്, നല്ലൊരു ഡാർക്ക് വയലറ്റ് അല്ലെങ്കിൽ വൈൻ്റെ ഡാർക്ക് കളർ ആയിട്ടേ കൂടെ, നല്ല കേരള സാരിക്ക് ഭയങ്കര ആപ്റ്റായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും. കേരള സാരിക്ക് പ്ലെയിൻ ബ്ലൗസ് ഇടുന്നതിനെ കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം ഒരു ഡിസൈനുള്ള ബ്ലൗസ് ഇടുന്നത്. ഡാർക്ക് മെറൂൺ ഡിസൈൻ അറിയാവും. ഇത് ഓഫ് വൈറ്റ്, ആ ഒരു മോഡൽ. അത് ഇപ്പൊ കാണിച്ച അതിന്റെ ഇത് ഇറ്റയിൽ പ്രിന്റ് വൈറ്റ് ആയതുകൊണ്ട് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അത് പല ഇപ്പൊ ഈ ലൈറ്റ് കളറുള്ള സാരികൾക്കൊക്കെ, ലൈറ്റ് അല്ല ഡാർക്ക് കളറുള്ള സാരികൾക്കൊക്കെ നല്ലതായിരിക്കും. ഇനി ഇതൊരെണ്ണം ബോട്ട് നെക്ക്, ഇത് കണ്ടോ, ബോട്ട് നെക്ക് കേരള സാരിക്ക് ഇടുന്ന നല്ല രസമല്ലേ, നല്ല സ്റ്റൈലായിട്ട്. ഇപ്പൊ പെൺപിള്ളേരൊക്കെ കോളേജിലെയൊക്കെ പരിപാടികൾക്കൊക്കെ കേരള സാരി ഓണം സെലിബ്രേഷൻ എടുക്കൂലോ, അപ്പൊ ബോട്ട് നെക്ക് ഒക്കെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അവർക്ക് വാങ്ങിക്കാം. ഇത് റെഡ് കളർ, നല്ല ചില്ലി റെഡ് കളർ അതിൽ കൂടെ ഒരു നല്ല മെഹന്തി ഗോൾഡ് കളറിന്റെ പ്രിന്റ് പോയിരിക്കുക. ഇതിങ്ങനെ ഇളകി വരുന്നതല്ല, അതായത് ഇങ്ങനെ തൂവി ഇട്ടേക്കുന്നതല്ല, അതാണ് ഇളകി വരുന്നത്. അങ്ങനത്തേത് ഇളകി വരുന്നത്. പിന്നെ ചിലരുടെ ശരീരത്ത് ഉപ്പിന്റെ മയം, സോൾട്ട് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അപ്പം എന്നാലും ഇത് ഇളകി വരുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ബോട്ട് ആണേ. ബോട്ട് നെക്ക് അറിയാലോ, നല്ല ഭംഗിയാണ്, നല്ല സ്റ്റൈലായിട്ട് ഇടാം. കേരള സാരി ഒക്കെ ഇടുമ്പോൾ ബോട്ട് നെക്ക് ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇത് മെറൂൺ, ഡാർക്ക് മെറൂൺ കണ്ടോ. എല്ലാം അപ് ടു 3XL ആണ്. ഇപ്പൊ ചെറിയ വണ്ണം കുറഞ്ഞ ആൾക്കാരാണ് വാങ്ങിക്കുന്നതെങ്കിൽ സൈഡ് ഒന്ന് അടിച്ച് ഓൾട്ടർ ചെയ്ത് വെച്ചാൽ മതി. ഇനി ആ മോഡൽ തീർന്നു. വേറെ ഇത് ഒരു നല്ലൊരു മോഡലാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഞാനിങ്ങനെ ഒരു നോട്ടം ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനം കേരള സാരിയുടെ കൂടെ ഇടാനായിട്ട്. ഡാർക്ക് മെറൂൺ സെറ്റും കൊണ്ട് കൊടുക്കുമ്പോഴേ ഒറ്റ കളർ ഇടാൻ ഭയങ്കര, കരയിൽ ഇങ്ങനെ പല കളറുകളൊക്കെ എൻ്റെ കയ്യിൽ നമ്മുടെ ഇവിടെ ഇഷ്ടം. ഞാൻ ഓർത്ത സെറ്റ് സാരിയും കൂടെ വെച്ച് പെയർ ചെയ്ത് കാണിക്കണമെന്ന്, പക്ഷെ സമയത്തിന്റെ ഒരു കുറവ് കാരണം സാധിക്കുന്നില്ല. നല്ലൊരു ഇതിനിങ്ങനെ ക്രേപ്പിന്റെ പോലെ ഒരു ഇതുള്ളത് കൊണ്ടുണ്ടല്ലോ, നല്ലൊരു ഫീലാണ് എൻ്റെ ആ ബ്ലൗസിന്റെ ആ ഒരു ലുക്കേ. നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടും ആ ഒരു ക്രേപ്പിന്റെ ഒരു സാധനം പോലെ. ഇങ്ങനെ ക്രേപ്പെന്നല്ല ഞാൻ പറയാം, ക്രേപ്പ് എന്നൊരു പേരെ ഞാൻ ഉപയോഗിച്ചുള്ളൂ, ക്രേപ്പ് പോലല്ല, ഇങ്ങനെ പിരിപിരാന്നൊരു സൈസ് തുണിയാണ്.
നല്ലൊരു ഭംഗിയാണ്. അതൊരിക്കലും ഒരു സ്കിൻ ഫിറ്റ് ബ്ലൗസിന്റെ ഒരു ഫീൽ അല്ല. പ്രിൻസസ് കട്ടാണ് ഇത് വരുന്നത്. നെക്കൊക്കെ കറക്റ്റ് ആണ്, ആവശ്യത്തിന് ഇറക്കമുണ്ട്, ഒത്തിരി ഇറക്കമില്ല, അങ്ങനെയുള്ള ഒരു ഇത്. ഇതാ ചിക്കു കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ, അങ്ങനത്തെ കേരള സാരിയുടെ സിൽവർ കസവിന്റെ കളറല്ലേ. ഒലീവ് ഗ്രീൻ. ഈ ഒലീവ് ഗ്രീനെ ഇച്ചിരി ടൈറ്റ് എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി വണ്ണമുള്ളവർ വാങ്ങിക്കണ്ട കേട്ടോ. എന്നാന്നറിയോ, ഒറ്റ മാനുഫാക്ചറുടെ ആണെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പം തയ്ക്കുന്നതിനകത്ത് അളവ് കട്ടിങ്ങിനകത്തൊക്കെ ചെറിയ മിസ്റ്റേക്ക് വരും. ഒരേ മോഡലാന്ന് പറഞ്ഞാൽ വ്യത്യാസം വരും. വയലറ്റ് ബ്ലൗസ് സാരി, സെറ്റ് സാരി അല്ല എന്റെ മനസ്സിലേക്ക് വരും ഇതിന് പറ്റിയത്. ഇനി ആ മോഡലൊന്നും അല്ല, ഇത് വേറെ ഒരു, ഇത് സിൽവർ സെറി ഉള്ളത് എന്നും കേരള സാരിക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇതാണ്. സിൽവർ സെറിയുള്ള കേരള സാരി എടുക്കുമ്പോഴോ അല്ലാതെയോ നിങ്ങൾ വേറെ സാരികൾക്കും ഒക്കെ ഇടാൻ പറ്റും. ഇത് ഈ പറഞ്ഞ പോലെ ഒത്തിരി, ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു വീഡിയോയിൽ നമ്മളൊരു 10 ബ്ലൗസ് കാണിച്ച 10 ബ്ലൗസും വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് ഒറ്റ ഒരു ഇതേ പറയാനുള്ളൂ, നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ മാത്രം പറയരുത് കേട്ടോ. നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, 1-2 കളറിന് ഒഴികെ ബാക്കി എല്ലാത്തിനും അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. 1-2 കളറിന് സ്റ്റോക്ക് ഇച്ചിരി കുറവാണേ. അപ്പം എന്നു പറഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്ന 5-6 കളർക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചോ. എപ്പോഴും എല്ലാ സാധനവും ഓരോ മോഡൽ നമുക്ക് ലഭ്യമല്ല, കിട്ടുകയെന്നൊന്നുമല്ല, ക്ഷാമം ഉണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ കാണുമ്പോൾ നമ്മൾ വാങ്ങിക്കുക എന്നുള്ളത്. സാരി ഡെയിലി ഉപയോഗിക്കുന്നവർക്ക്, പിന്നെ ഈ ലാച്ച അല്ലെങ്കിൽ ദാവണി അങ്ങനെയൊക്കെ ഇടുന്ന പെൺപിള്ളേർക്കെല്ലാം ഈ ഓണം ടൈമിൽ ഭയങ്കര ആവശ്യക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതിന്റെ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ദിവസം എന്നാണോ നിങ്ങൾ ബുക്ക് ചെയ്യുന്നത്, തിങ്കളാഴ്ചയാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ ചൊവ്വ, ബുധൻ, വ്യാഴം കഴിഞ്ഞ് വെള്ളി അല്ലെ ശനിയാഴ്ച നിങ്ങളുടെ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിങ്ങൾ ചൊവ്വാഴ്ചയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. റെഡിമെയ്ഡ് ബ്ലൗസില്ലേ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൈ കിട്ടി കഴിയുമ്പോഴേ ഇടാം, ചെറിയ ഓൾട്ടറേഷൻസിന്റെ ആവശ്യങ്ങളല്ലേ ഉള്ളൂ. അപ്പം പിറ്റേ ദിവസം തന്നെ ഡെസ്പാച്ച് ചെയ്യുമെന്ന് ഓർക്കരുത്. റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, അറിയാലോ ബ്ലൗസിനില്ല കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.